ബാക്ക് ടു യൂട്യൂബ് ഫാമിലി. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അപ്പോൾ നമ്മൾ കുറേ ആൾക്കാരുടെ പേര് പറയായിരിക്കും, പക്ഷെ നമ്മളിൽ എത്ര പേരായിരിക്കും നമ്മളെ തന്നെ ഓർത്തിട്ട് പറയുക? ചുരുക്കം ചില ആൾക്കാരെ അത് പറയത്തുള്ളൂ. ഇത് നമ്മളിട്ട് പറഞ്ഞാലോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പറയും, ഓ സെൽഫിഷ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് കളിയാക്കാറുണ്ട് ഇല്ലേ? പക്ഷെ അത് ശരിക്കും സെൽഫിഷ് കൊണ്ടിട്ടാണോ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നത്? ഒരിക്കലുമല്ല. നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാ വന്ന് ഇഷ്ടപ്പെടുക? നമുക്ക് ആരോടെങ്കിലും പോയിട്ട് പറയാൻ വേണ്ടി പറ്റുമോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണം കേട്ടോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടണം കേട്ടോ എന്ന് നമുക്ക് പോയി പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം ഏറ്റവും ബേസിക് ആയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ്. ഈ സെൽഫ് ലവിനെ കുറിച്ചിട്ട് ഞാൻ കുറേ നാൾ മുൻപായിട്ട് കേട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷെ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും പോലെ ഞാനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടുപോയിട്ടുണ്ടായിരുന്നു. സെൽഫ് ലവിനെ കുറിച്ച് പലരും പറയുന്നതൊക്കെ കേട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വലിയ അന്വേഷിക്കാനോ ഒന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇടക്കാലത്ത് വെച്ചിട്ട് എനിക്കൊരു മെഡിക്കൽ ഹെൽപ്പ് നേടേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഡോക്ടറായിട്ടുള്ള ആൾ, ജാസ്മിൻ എന്നാണ് ആളുടെ പേര്, ആളെനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ഈ സെൽഫ് ലവ് എന്താണെന്നുള്ളത്. ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല എന്നുള്ളത് അന്ന് എനിക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുക എന്നതിലപ്പുറത്തേക്ക് നമ്മളിൽ പോസിറ്റീവും ആണെങ്കിലും നെഗറ്റീവും ആണെങ്കിലും ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പെർഫെക്റ്റ് എന്നുള്ള ഒരു വേർഡ് അവിടെ വരുന്നില്ല. എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എന്നെ ഒന്ന് സെൽഫ് ഡൗട്ട് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു. അത് ഇപ്പോഴും എന്നെ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങോട്ടും അടക്കുക ഇങ്ങോട്ടും അടക്കുക, എല്ലാവരുമായിട്ട് കമ്പനി അടിക്കുക, എന്താ പറയുക, എവിടെ പോയാലും പോവുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് എന്നെക്കുറിച്ച് എൻ്റെ ഫാമിലീൻ്റെ ഇടയിൽ തന്നെ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു 6ാം ക്ലാസ്സുകാരിക്ക് ഇതിൻ്റെ ഒന്നും മീനിങ് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 10ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ ഇത് പിടികിട്ടി, ഇവരൊക്കെ എന്നെക്കുറിച്ച് ഇതൊക്കെയാണ് പറയുന്നത് എന്നുള്ളത്. പിന്നീട് ബോഡി ഷേമിങ് ഉണ്ടായിട്ടുണ്ട്. വെയിറ്റ് കൂടിയപ്പം ബോഡി ഷേമിങ് വന്നു. പിന്നെ ഓഫ് കോഴ്സ് കളറിൻ്റെ കാര്യത്തിൽ ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ കുറേ ബാധിച്ചിട്ടുണ്ട്. എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എനിക്കിപ്പോഴും ഒരു ക്രൗഡിനെ കാണുമ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ വരനെ ആവശ്യമുണ്ട് സിനിമയ്ക്കകത്ത് പറയില്ലേ, ഒരു സർജിക്കൽ സ്ട്രൈക്കിന് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും, പക്ഷെ ഒരു കല്യാണത്തിന് പോകാൻ പറഞ്ഞാൽ പോകാൻ പറ്റില്ല എന്ന് പറയില്ലേ, ഏതാണ്ട് അതേ അവസ്ഥയാണ് എനിക്ക് ഇപ്പോഴും. എനിക്കൊരു എന്താ പറയുക, ഒരു ക്രൗഡിനെ ഫേസ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിക്കേഷനും അത്ര നല്ലതല്ല. എനിക്കിപ്പം എന്താ പറയുക, എനിക്കിപ്പോൾ ഫ്രണ്ട്സ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ 1 or 2 ഫ്രണ്ട്സാണ് എനിക്കുള്ളൂ. അവരായിട്ട് പോലും ഡെയിലി ഒരു സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. സെറ്റിംഗ് ബൗണ്ടറീസ് ഇതെന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളുടേതായുള്ള ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെല്ലാവരും റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു സംഭവമേ അല്ല. കാരണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്നെപ്പോലെ കുറച്ച് പേരുണ്ടാവും ഈ നോ പറയാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ. എന്ത് കാര്യമുണ്ടല്ലോ ചെയ്യാട്ടോ, ശരി കേട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ അവിടെ നോ പറയാൻ വേണ്ടി പറ്റാതുള്ള വലിയൊരു സംഭവമാണത്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു സെറ്റിംഗ് ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. കുറച്ച് നാളായിട്ട് എല്ലായിടത്തു നിന്നും ഒന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. ഈ സമയത്ത് പലരും എന്നെക്കുറിച്ച് പറയുന്ന കമൻസുകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും പണ്ടത്തെ അത്ര ഇപ്പം എന്നെ അഫക്റ്റ് ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് മറ്റൊരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കാനോ അവരെക്കുറിച്ച് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കാനോ വേണ്ടിയിട്ടുള്ള ടൈമല്ല ഇത്. എനിക്കെങ്ങനെയും എൻ്റെ ലൈഫൊന്ന് ബെറ്റർ ആക്കുക, എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടീവ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും ഞാനൊന്ന് മാറിയിട്ടാണ് നിൽക്കുന്നത്. അതൊരിക്കലും നമ്മളൊരു സെൽഫിഷ് കൊണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി മറന്നിട്ടോ അങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ടിട്ടോ അല്ല. അതുപോലെ നമ്മളിൽ എത്ര പേരായിരിക്കും നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുക? ചുരുക്കം ചിലരേ ഉണ്ടാവത്തുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഉറക്കം ഭയങ്കര സീനുള്ളൊരു ആളായിരുന്നു. കൃത്യമായിട്ട് ഇപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ എഴുന്നേൽക്കാനും പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഞാനിപ്പോൾ ഒരുപാട് ശ്രദ്ധ കൊടുക്കാറുണ്ട്. എനിക്ക് PCOD ഉള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പം എക്സസൈസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് ശ്രദ്ധ ഇപ്പം ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പണ്ടത്തേക്കാൾ കൂടുതൽ. പിന്നെ എന്താ പറയുക, എൻ്റെ നഷ്ടപ്പെട്ടു പോയ കുറേ ശീലങ്ങളുണ്ടായിരുന്നു. ക്രാഫ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക, അതൊക്കെ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ അതുപോലെ ഒരു സമയം കൊടുക്കാറുണ്ട്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കാൻ നോക്കാറുണ്ട്. അതിപ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും ഞാനത് എന്നോട് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, ഒരു കെയറിങ് അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന ഒരു എമ്പത്തിയാണത്. സെൽഫ് ലവ് ഒരിക്കലും ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു സെൽഫിഷായൊരു പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതൊന്നുമല്ല. നമ്മളെപ്പോഴും ഒരു ബെറ്റർ പേഴ്സൺ ആക്കാനും നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാനും ബ്യൂട്ടിഫുൾ ആക്കാനൊക്കെ വേണ്ടിയിട്ട് സെൽഫ് ലവ് എപ്പോഴും സഹായിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനൊരു ഹീലിംഗ് ജേർണി കൂടെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടൊക്കെ എല്ലാവരും ഇരിക്കുക. ഓക്കെ, അപ്പം ടാറ്റ.